നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. സ്നേഹിച്ചവരെ സ്നേഹിച്ചിട്ടെങ്കിലും നമുക്ക് രക്ഷപ്പെടണ്ടേ? മനോഹരമായ ഒരു ചരിത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫ്. ആ 7 പേര്, അവർ വലിയ ആലിമല്ല, വലിയ ഇബാദത്തുള്ളവരല്ല, പക്ഷെ ഒരു സമയത്ത് അള്ളാഹു വലിയ സ്ഥാനം കൊടുത്തു. ആ 7 പേരുടെ കൂടെ ഒരു നായയും കൂടെ ചേർന്നു. അവർ ചോദിച്ചു നായയോട് ചോദിച്ചു, എന്താണ് ഞങ്ങളൊപ്പം വരുന്നത് എന്നുള്ളത്. ആ നായ പറഞ്ഞ മറുപടി, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ, അള്ളാഹുവിൻ്റെ ആളുകളല്ലേ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ ഞാനും ഇഷ്ടപ്പെടുന്നു എന്നാണ് ആ നായ മറുപടി കൊടുത്തത്. ആ ഒരൊറ്റ കാരണം കൊണ്ട്, ആ കൽബ് കൊണ്ട് അള്ളാഹുവിനെ സ്നേഹിച്ചവരെ ഞാനും സ്നേഹിക്കുന്നു. മഹാന്മാർ പറയുന്നു, ആ നായ നാളെ സ്വർഗത്തിലാണ്. അപ്പോൾ ഈ തൊട്ടാൽ 7 തവണ കഴുകണം എന്ന് പറഞ്ഞ ഈ നായ നാളെ സ്വർഗത്തിൽ പോകുമ്പോൾ ഈ 7 പേരെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട 7 പേരെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഈ നായ നാളെ സ്വർഗത്തിലാണെങ്കിൽ, അള്ളാഹു ഏറെ സ്നേഹിച്ച, ഈ ലോകത്തന്നെ പടയ്ക്കാൻ കാരണമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ സ്നേഹിച്ച് അവിടുത്തെ മേൽ സലാത്ത് ചൊല്ലിയാൽ, അപ്പോൾ ഈ ഉമ്മത്ത് സ്വർഗത്തിലല്ലേ? അപ്പോൾ നമുക്ക് അവിടുത്തെ മേൽ 1000 സ്വലാത്ത് ചൊല്ലാൻ കഴിഞ്ഞാൽ അത് വെറുതെ ആവുമോ? നിങ്ങളൊന്ന് ചിന്തിക്ക്. അസ്ഹാബുൽ കഹ്ഫ്, ആ 7 പേരെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആ നായും ഇഷ്ടപ്പെടുന്നു. ആ ഒരു കാരണത്താൽ സ്വർഗത്തിലെത്തിയെങ്കിൽ, ഇന്ന് നമ്മൾ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു സ്നേഹിക്കാൻ പറഞ്ഞ അവിടുത്തെ മേൽ സലാത്ത് ചൊല്ലിയാൽ നമ്മൾ വെറുതെ ആവോ? ഇൻഷാ അല്ലാഹ് ഈ ഒരു തിരിച്ചറിവ് ബോധം ഉണ്ടായി ആ സ്നേഹിച്ചവരെ, അതുപോലെ തന്നെ ആ തങ്ങളെ സ്നേഹിക്കുന്നവരെ, അവിടുത്തെ മേൽ സലാത്ത് ചെല്ലുന്നവരെ നമ്മളും സ്നേഹിച്ചാൽ, അല്ലെ അവർക്ക് വേണ്ടി നമ്മൾ സമ്മാനങ്ങൾ കൊടുത്താൽ, ഹദിയകൾ നൽകിയാൽ, അവരെ ഇഷ്ടപ്പെട്ടാൽ, ആ ഇഷ്ടപ്പെട്ടവരുടെ കൂടെയെങ്കിലും നമുക്ക് നാളെ സ്വർഗത്തിലെത്താലോ. അതാണ്, സ്നേഹിച്ചവരെ സ്നേഹിച്ചിട്ടെങ്കിലും നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്കേ സ്നേഹിക്കാൻ, നമുക്കേ സലാത്ത് എല്ലാം കഴിയുന്നില്ല. അപ്പോൾ നമ്മളാൽ കഴിയുന്ന ഹദിയകൾ, നമ്മളാൽ കഴിയുന്ന ആ ഒരു സ്നേഹം കൊണ്ടെങ്കിലും, അവരുടെ സ്നേഹം കൊണ്ട്, അവരുടെ ദുആ കൊണ്ടെങ്കിലും നമുക്കും രക്ഷപ്പെടാമല്ലോ. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് ഒന്ന് ആത്മാർത്ഥമായിട്ട് പറയാം. ആ ആത്മാർത്ഥമായിട്ട് കൽബിൽ നിന്ന് വരണം സ്വലാത്തുകൾ ധാരാളം ചൊല്ലുക. അള്ളാഹു കാരുണ്യവാനാണ്, കരുണക്കടലാണ്. ഇത്രമേൽ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ ഒരു തോന്നൽ, ആ ഒരു സ്നേഹം കൊണ്ട് എല്ലാവരും രക്ഷപ്പെടണം, സ്വർഗത്തിലെത്തണം. ഇൻഷാ അല്ലാഹ് നമുക്കും കഴിയണം. ആ സ്നേഹിച്ചവരെ സ്നേഹിക്കാനും നമ്മൾക്കേ കഴിയുന്നില്ല. അതുകൊണ്ട് ആ സ്നേഹിക്കുന്നവർ കൂടുതൽ സലാത്ത് ചെല്ലുമ്പോൾ അവർക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കുക. അതുപോലെ ധാരാളം നമ്മളും സലാത്ത് ചെല്ലുക. അതിൻ്റെ പേരിലെങ്കിലും നമുക്ക് ഹിദമത്തെടുത്തിട്ടെങ്കിലും അവിടുത്തെ മേൽ മദ്ഹ് എഴുതിയിട്ട് അവിടുത്തെ മേൽ സലാത്ത് ചെല്ലുക. അതൊന്നും വെറുതെ ആകില്ല. ഈ ഉമ്മത്ത് സ്വർഗത്തിൽ പോവില്ലേ? അവിടുത്തെ ഉമ്മത്തിലാകാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചില്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് സ്നേഹിച്ചവരുടെ കൂടെയെങ്കിലും നമുക്ക് ചേർന്നിരിക്കാനെങ്കിലും കഴിയട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും.